സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസറഗിനപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ 51ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ആഹാ 50 അടിച്ചപ്പോൾ എന്തൊരു ആശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന സംഭവത്തിനെ പറ്റി എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പുതുതായിട്ട് വരുന്നവർക്കും അല്ലെങ്കിൽ പുതുതായി ഇതിനകത്തോട്ട് വന്നിട്ട് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്ന പരിപാടി. അപ്പം നൈസ് സാധനമാണ്, അടിപൊളി പരിപാടിയാണ്. ഇത് വെച്ച് ഒരുപാട് ബ്രില്യൻ സ്ട്രാറ്റജീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇതിൽ അൺലിമിറ്റഡ് ലോസ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ക്ലിയർ കട്ടായിട്ട് നമുക്കൊരു ഐഡിയ വേണം. കാര്യം കംപ്ലീറ്റ്ലി ഓപ്ഷൻ സെല്ലിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. ഒരു രീതിയിലുള്ള ഹെഡ്ജിങ്ങോ കാര്യങ്ങളോ ഒരു പരിപാടിയോ ഒന്നുമില്ലാതെ പ്യുവർ കോൾ ഓപ്ഷൻ ആയാലും പുട്ട് ഓപ്ഷൻ ആയാലും രണ്ടും സെൽ കോൾ മാത്രം എടുത്തുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാപിറ്റൽ വേണ്ടി വരുന്ന ഒരു പരിപാടിയാണ്. കാര്യം നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നില്ല, നമ്മൾ ബൈ പൊസിഷൻ എടുക്കുന്നില്ല, അത്തരത്തിലുള്ള ഒരു പരിപാടി എടുക്കുന്നില്ല. മേ ബി നല്ല ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ വേണമെങ്കിൽ നമുക്ക് പോയി ബൈ ചെയ്യാം. പക്ഷെ അതൊക്കെ ഒരു അയൺ ഫ്ലൈ ആയിട്ട് മാറും. അതൊരിക്കലും നമുക്ക് ഷോർട്ട് സ്ട്രാഡിലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും ഇത് നമുക്ക് പല കാര്യങ്ങളുമായിട്ട് ക്ലബ് ചെയ്ത് നമുക്കിത് വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സംസാരിക്കില്ല. കാര്യം ഇതിപ്പോൾ നമ്മളൊരു സീരീസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇങ്ങനൊരു സ്ട്രാറ്റജി ഷെയർ മാർക്കറ്റിൽ ഓപ്ഷൻ ട്രേഡേഴ്സിന് അവൈലബിൾ ആയിട്ടുണ്ട് എന്നൊരു അറിവാണ് നമ്മൾ ആദ്യം പകർന്നു കൊടുക്കേണ്ടുള്ളത്. അതിനുശേഷമാണ് നമ്മളിനി മുന്നോട്ട് പഠിക്കുമ്പോൾ പല കാര്യങ്ങളുമായിട്ട് ക്ലബ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഞാൻ CPR ആയിട്ട് ക്ലബ് ചെയ്താണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ CPR ആയിട്ട് ക്ലബ് ചെയ്യുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഷോർട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ലോങ് സ്ട്രാഡിൽ പറഞ്ഞ സമയത്ത് ഞാൻ ആ തംബ്നെയിലടക്കം പറഞ്ഞിരുന്നു. വളരെ അത്യാവശ്യമെന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ അത്രത്തോളം ഉറപ്പുള്ള സാഹചര്യത്തിൽ മാത്രം എടുത്ത് പയറ്റുക. ആവേശം ഒട്ടും കാണിക്കേണ്ടാത്ത ഒരു പരിപാടിയാണ്. കാര്യം വളരെ ചെറിയ ക്യാപിറ്റലിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലോങ് സ്ട്രാഡിൽ. അതുകൊണ്ട് ഒരുപാട് ബയേഴ്സ് പുതുതായിട്ട് വരുന്ന ആൾക്കാർ അതിനകത്ത് എടുത്ത് ചാടാൻ സാധ്യതയുണ്ട്. പക്ഷേ വിജയസാധ്യത വളരെ കുറവുള്ളൊരു സംഭവമാണ്. അതിനകത്ത് വിജയസാധ്യത കുറവ് പറഞ്ഞ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വിഷയം എന്താണ്? ലാർജ് ബ്രേക്ക് ഈവൻ ആണ്. നല്ല ഒരു വൈഡ് ഏരിയ കവർ ചെയ്ത് പുറത്ത് പോയാൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ലോങ് സ്ട്രാഡിൽ പറഞ്ഞത്. പിന്നെ അതിൻ്റെതായുള്ള തീറ്റ എങ്ങനെ എഫക്ട് ചെയ്യും, വോളറ്റിലിറ്റി എങ്ങനെ എഫക്ട് ചെയ്യും, ഡെൽറ്റ എങ്ങനെ എഫക്ട് ചെയ്യും, അതൊക്കെ നമ്മൾ സംസാരിച്ചു. അത് വിട്ടേക്കുക. അത് പറഞ്ഞപ്പോഴും ഞാൻ കൂടുതലും അതിന്റെ നെഗറ്റീവാണ് പറഞ്ഞത്. അതെന്തിനാ കൂടുതലും അതിന്റെ നെഗറ്റീവ് പറഞ്ഞത്? അതിന്റെ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു, ഇതിന്റെ നെഗറ്റീവ് മനസ്സിലാക്കുന്നത് അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്ന സ്ട്രാറ്റജി എന്താണെന്നുള്ളത് തലയിലോട്ട് കയറ്റാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനുള്ള ടോപ്പിക്ക്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കേട്ടോളുക. ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ചാനലാണ്. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതായത് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മുതൽ ഏത് ചെറിയ കുഞ്ഞുങ്ങൾക്കും എത്ര വയസ്സായ ആൾക്കാർക്ക് മനസ്സിലാവുന്ന പച്ചയായിട്ടുള്ള മലയാള ഭാഷയിലാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കുറച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പ്ലേലിസ്റ്റ് ആക്കി കംപ്ലീറ്റ് എല്ലാ എപ്പിസോഡും കൂടെ ക്ലബ് ചെയ്ത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മുതലേ കണ്ടുവരിക കാണാത്തവരാണെങ്കിൽ. ഓക്കെ, ഇതിന് ആനുപാതികമായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് CPR എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. അതിനെപ്പറ്റി നമ്മൾ വേറൊരു സീരീസ് ചെയ്യുന്നുണ്ട്. ആ സീരീസും ഞാൻ അവിടെ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടുവന്നാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ വളരെയധികം സക്സസ്ഫുൾ ആവാൻ സഹായിക്കുന്ന ഒരു സംഭവമായിരിക്കും. ഒന്നും ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചാർട്ട് തുറന്നു വെച്ച് അത് എത്രത്തോളം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. സ്വന്തമായിട്ട് ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് CPR എന്ന് പറയുന്നത്. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം, അതിൽ കുറച്ചുകൂടെ എലിജിബിൾ ആക്കി കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു വർക്ക്ഷോപ്പ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് TSP വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കൂടുതലും നമ്മൾ കാര്യങ്ങൾ എന്താണ് മാർക്കറ്റിന്റെ ലോജിക്ക്, എങ്ങനെ നമുക്ക് എൻട്രി എടുക്കാം, എവിടെ എൻട്രി എടുക്കാം, മാർക്കറ്റ് ഒരു ദിവസം ഓപ്പൺ ആകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണോ ഞാനെന്നല്ല CPR യൂസ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാവരും എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് ആ കാര്യം അതുപോലെ ഡെലിവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഫോം ചെയ്ത് അവരെല്ലാവരോടും ഒരുമിച്ചിരുത്തി ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് സംശയം ചോദിക്കാം. നമുക്ക് അവിടെ വേറെ റിഫ്രഷ്മെന്റ് സെഷൻ കാണും. ഇപ്പോൾ ഡൗട്ട്സ് ഒരുപാട് വരുന്നെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി അവിടെ നമ്മൾ സ്റ്റഡീസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെഷൻ നമ്മളിങ്ങനെ ഇടയ്ക്ക് നടത്തും. പക്ഷേ ആക്ച്വലി ഉള്ളത് നിങ്ങൾക്ക് പറയാലോ, ഈ നിമിഷം വരെ നമ്മളിപ്പോൾ 2 ബാച്ച് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതിനകത്ത് ഭീകരമായിട്ടുള്ള സംശയങ്ങളൊന്നും സംശയം മീൻസ് വലിയ സെഷനൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല. 2-3 സെഷനൊക്കെ അതിനുശേഷം നടത്തിയായിരുന്നു. സെക്കൻഡ് ബാച്ചിൽ ഒന്നും ആയില്ലെന്ന് തോന്നുന്നു. കാര്യം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾ അത് കാണുമ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടും. അതിനുശേഷം എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക, ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് പറഞ്ഞു തരും. ഓക്കെ, അത് വിട്ടേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്നൊരു പദ്ധതി പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്നാൽ പറ്റുന്ന രീതിയിൽ പുതിയ ആൾക്കാർക്ക് എത്രത്തോളം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് തയ്യാറെടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ല. ലെറ്റ്സ് ജമ്പ് ടു ദ ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്ട്രാഡിൽ. അത് ഇപ്രാവശ്യം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു രീതിയിലുള്ള തിയറി അങ്ങനെ ഓവറായിട്ട് കാണിക്കുന്നില്ല. അതായത് നമ്മളിപ്പോൾ സ്ലൈഡ് എടുത്ത് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിച്ചിട്ട് അത് നമ്മൾ എടുത്ത് പറഞ്ഞു തരുന്ന പരിപാടി അത് നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലായിട്ട് എങ്ങനെ മനസ്സിലാക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം, അതെല്ലാം പറഞ്ഞുതരാം. ആദ്യം ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താം. കാര്യം നിങ്ങൾക്കിത് ഓൾറെഡി അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ വളരെയധികം ബോറായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ പുതിയ ആൾക്കാർ മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഓപ്ഷൻ സെല്ലിംഗ് എന്താണെന്നുള്ള ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരേണ്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോയിന്റ് എത്തില്ല. അതാണ് നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കോൾ ഓപ്ഷനിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ് സെല്ല് ചെയ്യുവാണെങ്കിൽ അതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് പോകില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പുട്ട് ഓപ്ഷൻ നമ്മളൊരു സ്ട്രൈക്ക് പ്രൈസ് സെല്ല് ചെയ്യുവാണെങ്കിൽ അതിന് താഴോട്ട് മാർക്കറ്റ് വരില്ല ആ പർട്ടിക്കുലർ എക്സ്പയറിയിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിഫ്റ്റി ഇപ്പോൾ ഒരു 17,000-ൽ നിൽക്കുന്നു. നമ്മൾ ഈ വരുന്ന ആഴ്ച, അതായത് ഈ വരുന്ന വ്യാഴാഴ്ച 17,300-ന്റെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുവാണെങ്കിൽ, ഇന്ന് തന്നെ നമ്മൾ സെല്ല് ചെയ്യുവാണ്. അപ്പൊ ഈ വരുന്ന വ്യാഴാഴ്ച അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 17,300-ന്റെ മുകളിലോട്ട് പോവില്ല. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മളൊരു 16,600 അല്ലെ 16,700 നമ്മൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുവാണെന്ന് പറഞ്ഞാൽ 17,700-ന്റെ താഴോട്ട് മാർക്കറ്റ് പോകില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ഒരു സംഭവം മനസ്സിലായില്ല. നമ്മൾ പറയുന്ന ഒരു പോയിന്റ് എത്തില്ല, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ബൈ ചെയ്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ കുറയ്ക്കുന്ന പദ്ധതിയൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ബൈയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. നമുക്ക് എത്രത്തോളം ബ്രേക്ക് ഈവൻ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ. ആദ്യം ഒരു ലഘു വിവരണം തരാം. ലോങ് സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ അറ്റ് ദ മണിയിലുള്ള കോൾ ഓപ്ഷൻ വാങ്ങിക്കുന്നു, അറ്റ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗ്രാഫാണ് നമുക്ക് വരുന്നത്. ഇങ്ങനൊരു ഗ്രാഫാണ് വരുന്നത്. ഈ ബ്രേക്ക് ഈവൻ ഏരിയയുടെ പുറത്തു പോകണം. നമുക്ക് ലാഭം വരണമെങ്കിൽ എക്സ്പയറി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് പുറത്തു പോയാൽ മാത്രമേ ലാഭമുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വിഷയം എന്താണ്? മാർക്കറ്റ് ഭ്രാന്തമായിട്ടുള്ള മൂവ്മെന്റ് നടത്തുന്ന സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള ആഴ്ചകളൊക്കെ വളരെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇതിന് വിജയ സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് വോളറ്റൈലിറ്റി കുറവായിരിക്കണം. അതുപോലെ എക്സ്പയറി എടുക്കുന്ന സമയത്ത് നമുക്ക് തീറ്റ എഫക്റ്റ് ഭയങ്കരമായിട്ട് വിഷയങ്ങളായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ആകെയുള്ള നമുക്കൊരു ബെനിഫിറ്റ് എന്തായിരുന്നു? നമ്മൾ അറ്റ് ദ മണിയിലുള്ള സാധനമായിരുന്നു ലോങ് സ്റ്റാർട്ടിൽ സെല്ല് ചെയ്യുന്നത്, ഈ അറ്റ് ദ മണിയിലുള്ള ബൈ ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ദ മണിയിലുള്ള സാധനം ബൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു വിഷയം എന്താണ്? ഏറ്റവും കൂടുതൽ ഗാമ എഫക്റ്റ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന സ്ഥലം ഏതാണ്? അറ്റ് ദ മണിയിലാണ്. ഓപ്ഷൻ ഗാമയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഞാൻ പറഞ്ഞില്ല, അത് വെച്ചിട്ട് നമുക്ക് തീവ്രമായിട്ടൊന്നും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അടിസ്ഥാനപരം സ്ട്രോങ് ആണെങ്കിൽ ആരുടെയും ആവശ്യമില്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ പഠിക്കാനുള്ള ഒരു ആവശ്യമുള്ളൂ. നമ്മൾ പണ്ട് പറയില്ലേ, 10ാം ക്ലാസ് നീ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവും, കാര്യം അതിനാണ് വില, അത് കഴിഞ്ഞിട്ട് നീ അടിച്ചു പൊളിച്ച് നടന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ എങ്ങനെയെങ്കിലും അടിസ്ഥാനങ്ങൾ ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരെയും ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്റെ ആവശ്യമില്ല, നിങ്ങളും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വേറെ ആൾക്കാരെയൊക്കെ പഠിപ്പിച്ചു തുടങ്ങും. ആ സമയം ആകുമ്പോഴത്തേക്ക് കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവും ആ ഒരു ടൈം ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ വളരെ ലാർജ് ബ്രേക്ക് ഈവൺ ആയിരുന്നു ലോങ് സ്റ്റാർഡിൽ. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഷോർട്ട് സ്റ്റാർഡിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ, എന്താണോ നമ്മൾ ലോങ് സ്റ്റാർഡിൽ ചെയ്തത് അത് തന്നെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഷോർട്ട് സ്റ്റാർഡിൽ. അതായത് അറ്റ് ദ മണിയിലുള്ള കോൾ ഓപ്ഷനും നമ്മൾ വിൽക്കുന്നു, അറ്റ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷനും നമ്മൾ വിൽക്കുന്നു. ഇത്രയേ ഉള്ളൂ ഷോർട്ട് സ്റ്റാർഡിൽ എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി. അപ്പോൾ ഇങ്ങനായിരുന്ന ബ്രേക്ക് ഈവൻ, ഇങ്ങനായിരുന്നു ലോങ് സ്റ്റാർഡിന്റെ ബ്രേക്ക് ഈവൻ. അപ്പോൾ ഇതിന് പുറത്തു പോയാൽ മാത്രമാണ്, ഈ ബ്രേക്ക് ഈവൻ ഏരിയയുടെ പുറത്തു പോയാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക.
അപ്പൊ ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുമ്പോഴോ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ പറയുന്ന കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെല് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് പുറത്തോട്ട് മാർക്കറ്റ് പോകില്ല, അപ്പോഴാണ് നമുക്ക് ലാഭം എന്ന് പറഞ്ഞു. അപ്പോ നേരെ ഒന്ന് ചിന്തിച്ചു നോക്കെ, നേരത്തെ ഇതിന് പുറത്തു പോയാലാണ് നമുക്ക് ലാഭം, അപ്പൊ നേരെ ആ ഗ്രാഫ് തിരിയും. അതായത് കോൾ ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യുന്നു, പുട്ട് ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ആ ഒരു പർട്ടിക്കുലർ എക്സ്പയറിയിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ലാഭമാണ്. ഇതാണ് അതിന്റെ സിമ്പിൾ ലോജിക് എന്ന് പറഞ്ഞാൽ. എന്താണോ ലോങ് സ്ട്രാഡിൽ പഠിച്ചത് റിയലി സോറി, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ പണ്ട് പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് താണ്ടെ, ഞാനിപ്പോ തറയിലാണ് നിൽക്കുന്നത്, എന്റെ റൂമിന്റെ തറയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. എനിക്ക് ചാടിക്കഴിഞ്ഞാൽ എത്രത്തോളം എനിക്ക് മുകളിലോട്ട് പോകാം, എനിക്ക് എത്ര വേണേലും മുകളിലോട്ട് പോവാം അല്ലേ. പക്ഷെ എനിക്ക് താഴോട്ട് പോകുന്നതിന് പരിമിതിയുണ്ട്, ഒരുപാട് പരിമിതിയുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് താഴോട്ട് പോകണമെന്ന് വിചാരിച്ചാലും തറയൊക്കെ കുത്തിപ്പൊളിച്ച് പതുക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഓപ്ഷൻ പ്രീമിയം. ഓപ്ഷൻ പ്രീമിയത്തിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പം മുകളിലോട്ട് പോകണമെങ്കിൽ ഓപ്ഷൻ പ്രീമിയം എത്ര വേണമെങ്കിലും പോകും, നമുക്ക് ആ സൈഡിലോട്ടൊരു ഡയറക്ഷൻ കിട്ടിയാൽ മാത്രം മതി. പക്ഷേ താഴോട്ട് പ്രീമിയം കുറയണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ 100 രൂപ ഉള്ള ഒരു പ്രീമിയം, ആ പ്രീമിയം നമ്മളിപ്പം ഒരാഴ്ച എക്സ്പയറി ഉള്ളപ്പോഴാണ് എടുത്തതെങ്കിൽ അത് വ്യാഴാഴ്ച വൈകുന്നേരം ആവുമ്പോഴല്ലേ 0 ആവുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 17,000 ഒരു കോൾ ഓപ്ഷൻ നമ്മൾ വിറ്റു. ഈ 17,000 കോൾ ഓപ്ഷൻ 0 ആവണമെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ടാവുമ്പോഴത്തേക്ക് 17,000 താഴെ ആയിരിക്കണം നമ്മളെ മാർക്കറ്റ് നിൽക്കേണ്ടുള്ളത്, എന്നാൽ മാത്രമേ ഇത് 0 ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരിക്കലും 0 ആവില്ല. അതെന്തുകൊണ്ടാണ്? ഔട്ട് ഓഫ് ദ മണി എന്നാലേ ആവത്തുള്ളൂ. പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 17,000 ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ സെല് ചെയ്തെന്ന് വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് എക്സ്പയറി ആവുമ്പോൾ ഈ 17,000 മുകളിലായിരിക്കണം മാർക്കറ്റ് നിൽക്കാനുള്ളത്. അത് 17,001 ആയാലും മതി, ഒരു പ്രശ്നമില്ല. എന്നാലും ഇത് 0 ആവും. അപ്പോൾ ഈ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അത് 0 ആവണമെങ്കിൽ എക്സ്പയറി എത്തണം. അപ്പോൾ പതുക്കെ എന്തായാലും ഇത് 0 ആവത്തുള്ളൂ. പക്ഷേ ഈ ഓപ്ഷൻ സെല്ലേഴ്സിന്റെ ഏറ്റവും അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന ആരാണ്? തീറ്റ എന്ന് പറയുന്നത്, ഓപ്ഷൻ തീറ്റ എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ തീറ്റ എന്ന് പറയുന്ന ഗ്രീക്കാണ് ഓപ്ഷൻ സെല്ലേഴ്സിന് ഏറ്റവും അനുകൂലമായിട്ട് ബാധിക്കുന്നത്. അതായത് ഓരോ ദിവസം കഴിയുമ്പോഴും, മണിക്കൂറുകൾ കഴിയുമ്പോഴും, നിമിഷങ്ങൾ കഴിയുമ്പോഴും ഈ പ്രീമിയം ഇരുന്ന് മെൽറ്റ് ആവാൻ തുടങ്ങും. അതായത് ഈ പ്രീമിയം എങ്ങനെ കുറഞ്ഞ് അത് ഇൻ ദ മണിയിലുള്ളതായാലും കുറയും, അറ്റ് ദ മണിയിലുള്ളതായാലും കുറയും, ഔട്ട് ഓഫ് ദ മണിയിലുള്ളതായാലും കുറയും. ഔട്ട് ഓഫ് ദ മണിയിലുള്ള സാധനം മാത്രമേ അവസാനം എക്സ്പയറി ആവുമ്പോൾ 0 ആവത്തുള്ളൂ. അത്രേ ഉള്ളൂ ലോജിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടുന്നത് എന്താണ്? ഈ ബ്രേക്ക് ഈവന്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. ഈ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ മാർക്കറ്റ് നിൽക്കുവാണെങ്കിൽ അതിന്റെ ഗുണം എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 100 രൂപയുടെ 2 പ്രീമിയം ആണ്, അതായത് കോൾ ഓപ്ഷൻ 100 രൂപ പ്രീമിയം ഉള്ള ഒരു സാധനമാണ് നമ്മൾ വിറ്റത്, പുട്ട് ഓപ്ഷൻ 100 രൂപ പ്രീമിയം ഉള്ള ഒരു സാധനമാണ് ഞാൻ വിറ്റത്. അപ്പോൾ മാർക്കറ്റ് അവിടെ ഇവിടെയൊക്കെ മൂവ്മെന്റ് നടന്നിട്ട് ഏറ്റവും അവസാനം തുടങ്ങിയെടുത്ത് തന്നെ ആഴ്ചയിൽ തുടങ്ങിയെടുത്ത് തന്നെ വന്ന് നിൽക്കുമ്പോൾ ഈ 100 രൂപ എന്നുള്ള പ്രീമിയം കുറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ലോങ് സ്റ്റാർട്ടിലെ വിഷയമായിട്ട് വന്നത്? വോളറ്റൈലിറ്റി ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഒരു സ്ലൈഡിൽ ഒന്ന് നോക്കിയിട്ട് വരാം, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതാണ്ട് ഇപ്പം ലോങ് സ്റ്റാർട്ടിൽ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫോർ ദ ലോങ് സ്റ്റാർട്ടിൽ ടു ബി പ്രോഫിറ്റബിൾ വി നീഡ് എ സെറ്റ് ഓഫ് തിങ്സ് ടു വർക്ക് ഇൻ അവർ ഫേവർ. കറക്റ്റ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫേവർ ആയിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് ലോങ് സ്റ്റാർട്ടിൽ പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത ഉള്ളെന്ന് പറയുന്നു. അപ്പോൾ അതെന്തൊക്കെയാണ് നിങ്ങൾ നോക്കുക. ദ വോളറ്റിലിറ്റി ഷുഡ് ബി റിലേറ്റീവ്ലി ലോ അറ്റ് ദ ടൈം ഓഫ് സ്ട്രാറ്റജി എക്സിക്യൂഷൻ. അതായത് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വോളറ്റിലിറ്റി വളരെ കുറവായിരിക്കണം, മാർക്കറ്റിൽ വളരെ കുറവായിരിക്കുന്ന സമയത്തായിരിക്കണം നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യേണ്ടുള്ളത്. അതുപോലെ വോളറ്റിലിറ്റി ഷുഡ് ഇൻക്രീസ് ഡ്യൂറിംഗ് ദ ഹോൾഡിംഗ് പീരീഡ് ഓഫ് ദ സ്ട്രാറ്റജി. അതായത് നമ്മൾ ഈ സ്ട്രാറ്റജി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് കൂടണം, വോളറ്റിലിറ്റി കൂടണം. വോളറ്റിലിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും? പ്രീമിയം ഹൈപ്പ് ആവും. അപ്പൊ അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മൂവ്മെന്റ് നടക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റിലോട്ട് പോകും. അതുപോലെ ദ മാർക്കറ്റ് ഷുഡ് മേക്ക് എ ലാർജ് മൂവ്, ദ ഡയറക്ഷൻ ഓഫ് ദ മൂവ് ഡസൻ മാറ്റർ. അപ്പോൾ മാർക്കറ്റ് ഭീകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നടക്കണം, അത് അപ് സൈഡ് ആയിക്കോട്ടെ ഡൗൺ സൈഡ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഭയങ്കരമായുള്ള മൂവ്മെന്റ് നടന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആവത്തുള്ളൂ. അതുപോലെ അടുത്ത എന്താണ്? ദ എക്സ്പെക്ടഡ് ലാർജ് മൂവ് ഈസ് ടൈം ബൗണ്ട് ഷുഡ് ഹാപ്പൻ ക്വിക്ക്ലി. അതും നമുക്ക് അങ്ങനെ ഒരു മൂവ്മെന്റ് നടന്നാൽ മാത്രം പോരാ, എത്രത്തോളം പെട്ടെന്ന് അതങ്ങ് മൂവ്മെന്റ് നടക്കാവോ
എക്സ്പയറിക്ക് മുന്നേ എത്രത്തോളം പെട്ടെന്ന് നമുക്ക് മൂവ്മെന്റ് നടക്കാവോ അത്രത്തോളം പെട്ടെന്ന് നടക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ long straddles are to be set up around major events and the outcome of these events to be drastically different from the general market expectation. അതായത് അത് എപ്പോഴും ഒരു ഇവന്റിനൊക്കെ മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ആ ഇവന്റിൽ എന്താണോ നമ്മൾ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ റിസൾട്ട് നമ്മൾ ഇന്ന കണക്കായിരിക്കും ഒരു കമ്പനിയുടെ റിസൾട്ട് എന്ന് സ്ട്രീറ്റ് എസ്റ്റിമേറ്റ്സും അല്ലാതെ ബാക്കിയുള്ള സ്റ്റഡി പ്രകാരവും എല്ലാം ഇങ്ങനെ പറയുന്നു. എന്നിട്ട് അതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഭീകരമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതേ ആയിരിക്കരുത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇതെല്ലാം നടക്കാൻ വളരെ ചെറിയ സാധ്യതയുള്ള സാധനങ്ങളാണ്. അതായത് നമ്മൾ ഈ പറയുന്ന 5 സംഭവങ്ങളും വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവാൻ സാധ്യതയുള്ളൂ ആണല്ലോ. അപ്പൊ ഇനി നിങ്ങൾ താണ്ടേ ഇതൊന്ന് ഞാൻ പറയുന്നതൊന്ന് ചിന്തിച്ചു നോക്കെ, ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കും. ഈ പറയുന്ന പരിപാടികളെല്ലാം നടക്കാൻ വലിയ പാടാണ്, അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ച് ചിന്തിച്ചൂടെ? ഇത്രയേ ഉള്ളൂ എനിക്ക് ഷോർട്ട് സ്റ്റാർട്ടിനെ പറ്റി നിങ്ങളുടെ അടുത്ത് പറയാൻ. ഇനി നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ലോങ് സ്റ്റാർട്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തിൽ ഭീകരമായുള്ള വോളറ്റിലിറ്റി കുറവായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. മാർക്കറ്റിൽ നമുക്ക് മിക്കപ്പോഴും വോളറ്റിലിറ്റി കൂടിയ സമയങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ പാടില്ല. അപ്പോൾ അത് ഷോർട്ട് സ്റ്റാർട്ടിന് അനുകൂലമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പരിപാടി എന്തായിരുന്നു? യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ലോങ് സ്റ്റാർട്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വോളറ്റിലിറ്റി കുറവായിരിക്കണം, അതിനുശേഷം വോളറ്റിലിറ്റി കൂടണം. അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിച്ചാൽ മതി. അതായത് വോളറ്റിലിറ്റി കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രീമിയം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഷോർട്ട് സ്റ്റാർട്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ വോളറ്റിലിറ്റി ഒന്ന് കുറയുമ്പോഴത്തേക്ക്, മാർക്കറ്റ് ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് ഈ പ്രീമിയം അതുപോലെ കുറയുന്നു. മാർക്കറ്റ് എപ്പം വയലന്റ് മൂവ് കാണിച്ചാലും എന്തായാലും അതിനുശേഷം ഒന്ന് തണുക്കുവേ. അപ്പൊ അവിടെയും നമുക്ക് ഷോർട്ട് സ്റ്റാർട്ടിൽ എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പമായി. അതുപോലെ ഇനി വേറൊരു കാര്യം ചിന്തിച്ചു നോക്കെ, ടൈം ബൗണ്ട് ആണ്. ഈ പറയുന്ന പരിപാടിയെല്ലാം വളരെ പെട്ടെന്ന് നടക്കണമായിരുന്നു ലോങ് സ്റ്റാർട്ടിൽ. പക്ഷേ നമുക്ക് ഷോർട്ട് സ്റ്റാർട്ടിനെ സംബന്ധിച്ചിടത്തോളം പതുക്കെ നടന്നാൽ മതി. അങ്ങനെ വലിയ അർജന്റ് ഒന്നും കാണിക്കേണ്ട. കാര്യം എന്തുകൊണ്ടാ? ദിവസം കഴിയും തോറും നമുക്ക് തീറ്റ എഫക്റ്റും കൂടെ കിട്ടുകയാണ്. ഓപ്ഷൻ ഗ്രീക്കിന്റെ തീറ്റ എന്ന് പറയുന്ന എഫക്റ്റ് ഓപ്ഷൻ സെല്ലേഴ്സിന് അനുകൂലമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഇനിയിപ്പോൾ വോളറ്റിലിറ്റി ഒന്ന് കൂടിയാലും ഈ തീറ്റ എഫക്റ്റ് കാരണം പ്രീമിയം കൂടാനൊന്ന് കഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതുപോലെ ഇനി ടൈം ബൗണ്ട് എന്ന് പറയുന്നൊരു സംഭവം, ഇത്ര ദിവസത്തിനുള്ളിൽ അത് പടപടേന്ന് പറഞ്ഞ് മൂവ് ആവണം. നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട. മാർക്കറ്റ് ഭ്രാന്ത് ഒന്നും കാണിക്കണ്ട. ഇത്രയും ചിന്തിച്ചാൽ മതി. മാർക്കറ്റ് ഭ്രാന്ത് കാണിക്കുന്ന എത്ര സമയങ്ങളുണ്ട്? വളരെ റെയർ ആയിട്ടുള്ള സമയങ്ങളാണ് മാർക്കറ്റ് ഭ്രാന്ത് കാണിക്കുന്നത്. അല്ലാത്ത പക്ഷം എപ്പോഴും എന്തുവാ, ഒരു നോർമൽ മൂവ്മെന്റ് ആയിരിക്കും. അതിനി നമ്മുടെ മാർക്കറ്റ് തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ എടുത്ത് നോക്കിയാലും മതി. ഞാൻ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന എല്ലാ പരിപാടികളും ഞാൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ചെയ്യാറുള്ള, ഞാൻ സ്റ്റോക്കിൽ അങ്ങനെ പോയി ചെയ്യാറില്ല. കാര്യം വോളറ്റിലിറ്റി കൂടുതലാണ്. അതിനകത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ പിന്നെന്തായിരുന്നു, തീറ്റ എഫക്റ്റ് നമ്മൾ പറഞ്ഞു. തീറ്റ എഫക്റ്റ് നമുക്ക് അനുകൂലമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ മാർക്കറ്റിൽ ഓരോ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ്സും കാര്യങ്ങളും ഓരോരുത്തർ സ്റ്റഡി നടത്തിയിട്ട് ഇന്ന കമ്പനിയുടെ റിസൾട്ട് ഇന്ന കണക്കായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ലോങ് സ്റ്റാർട്ടിലാണെങ്കിൽ ഈ ഇത്രയും ആൾക്കാരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതപരമായിട്ടൊരു മൂവ്മെന്റ് നടന്ന് അത്രത്തോളം വോളറ്റിലിറ്റി ഉണ്ടായി അങ്ങനെ പ്രീമിയം ഹൈപ്പായാൽ നമുക്ക് പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഷോർട്ട് സ്റ്റാർട്ടിൽ അങ്ങനെയൊന്നുമില്ല. മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഇവന്റ് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വോളറ്റിലിറ്റി ഒന്ന് കൂടും. അതിനനുസരിച്ച് അതിന്റെ പ്രീമിയം ഹൈപ്പായിട്ട് നിൽക്കുകയായിരിക്കും. നമ്മൾ ഈ ഇവന്റിന് മുന്നേ നമ്മളിത് എടുക്കുന്നു, ഈ ട്രേഡിൽ എൻ്റർ ആവുന്നു. ഇവന്റ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് തണുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബഡ്ജറ്റ് വന്നു. ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ ബഡ്ജറ്റിന് മുമ്പേ ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻ്റർ ആവുന്നു. ഭയങ്കരമായിട്ടുള്ള ഭീകര മൂവ്മെന്റ് ഒക്കെ ആദ്യം കാണിക്കും, നമ്മളെ ഭയങ്കര നഷ്ടവും കാര്യങ്ങളൊക്കെ കാണിക്കും. എന്നിട്ട് മാർക്കറ്റ് ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് ഈ വോളറ്റിലിറ്റി അങ്ങ് കുറയും, ഇന്ത്യ വിക്സ് അങ്ങ് ഡൗൺ ആവും, അതിനനുസരിച്ച് പ്രീമിയം അങ്ങ് കുറയും. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടുന്നത്? പ്രീമിയം നമ്മൾ എടുത്തേക്കുന്നത് കുറഞ്ഞു വരണം. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പരിപാടികളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പേഴ്സണലി ചെയ്യുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീക്കിലി CPR ഇട്ട് നോക്കും, എന്നിട്ട് ആഴ്ചത്തെ ഏകദേശം സെറ്റപ്പ് നമ്മളൊന്ന് മനസ്സിലാക്കും. അപ്പോൾ അത് മേ ബി നല്ലൊരു വൈഡ് CPR ആണ്. മണി സോണിന് ആനുപാതികമായിട്ട് നല്ലൊരു വൈഡ് റേഞ്ച് കിട്ടി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ട്രാറ്റജിയിലൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. തൽക്കാലം നിങ്ങൾ ഇതിന്റെ കോൺസെപ്റ്റ് മാത്രം പഠിച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് അപ്പോൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഐഡിയ കിട്ടും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ദാണ്ട് സെൻസിബിളിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. നിഫ്റ്റി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? 17,171 നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ നേരത്തെ പഠിച്ചത് അതേ സംഭവം നമ്മൾ ചെയ്യണം. ദാണ്ട് അറ്റ് ദ മണി എന്ന് പറഞ്ഞാൽ ഇതാണ്. 171 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അറ്റ് ദ മണി 150. നമ്മൾ അറ്റ് ദ മണിയിലുള്ള ഏതാണ്
28 ഏപ്രിൽ, അതായത് ഈ ആഴ്ചത്തെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 28 ഏപ്രിലിൽ ഈ എക്സ്പയറിയിലുള്ള കോൾ ഓപ്ഷനും നമ്മൾ അറ്റ് ദ മണിയിൽ സെല് ചെയ്യുന്നു, പുട്ട് ഓപ്ഷനും നമ്മൾ അറ്റ് ദ മണിയിൽ സെല് ചെയ്യുന്നു. ഇതിന്റെ സിമ്പിൾ ലോജിക് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ 158 രൂപ സീറോയിൽ വരുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ്, അതായത് എക്സ്പയറിയുടെ കാര്യം. അതുപോലെ ഈ പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ 134 രൂപ കുറയുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ ഇതിലെന്താ ചിന്തിക്കാൻ നമുക്ക്? ഇതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ബ്രേക്ക് ഈവൺ ഏരിയ ആണ്. അതായത് ഈ വരുന്ന ആഴ്ച 16,850 17,442 ഇടയിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണ്? ഒരിക്കലും ഫിക്സഡ് പ്രോഫിറ്റ് അല്ല. അതായത് പ്രോഫിറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെന്താന്നുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ താഴത്തെ എക്സ്പയറി ഡേറ്റ് എന്ന് എഴുതിയേക്കുന്നുണ്ട, ആ കാണിക്കുന്ന പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാലോ ആ ഗ്രാഫിൽ. ആ എക്സ്പയറി ഡേറ്റ് എന്ന് എഴുതിയേക്കുന്ന പ്രോഫിറ്റ് ആണ് വ്യാഴാഴ്ച വൈകുന്നേരം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഇപ്പൊ ഇതാണ്ട് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന എവിടെയാണ്? 17,171. ഇപ്പൊ വ്യാഴാഴ്ച വൈകുന്നേരം എന്താ മാർക്കറ്റ് ഇപ്പം ഒരു 16,900 വരെയൊക്കെ നിന്നു. അതായത് 16,857 വരെ നിന്നാലും നമുക്ക് 2,000 രൂപ പ്രോഫിറ്റ് ആണ്. അതുപോലെ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു 17,390 17,400 വരെയൊക്കെ പോയാലും നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന എവിടെ ആയിരിക്കും? നമ്മൾ ഏത് അഡ്ഡമണിയിൽ നിൽക്കുമ്പോഴാണോ നമ്മൾ എൻട്രി ചെയ്തത്, മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ തന്നെ അവസാനം വന്ന് ക്ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ആ ഒരു സാഹചര്യത്തിലായിരിക്കും. നിങ്ങൾ നോക്കേ, 14,100 രൂപ പ്രോഫിറ്റ് ആണ് മാർക്കറ്റ് എടുത്തെടുത്തൊക്കെ തന്നെ വന്ന് തിരിച്ചു നിൽക്കുവാണെങ്കിൽ. കാര്യം എന്തുകൊണ്ടാ? ഇത്രയും ലോജിക്കേ ഉള്ളൂ. മാർക്കറ്റ് എടുത്തെടുത്ത് തന്നെ വന്ന് തിരിച്ചു നിൽക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പൊ 150 കോൾ ഓപ്ഷൻ, അതായത് 17,150 കോൾ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിന് 158 രൂപ പ്രീമിയം ഉണ്ട്. അപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ എക്സ്പയറി ആകുമ്പോഴത്തേക്ക് ഈ പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 17,149 ഈ ഫുള്ള് പൈസയും കുറയല്ലേ, ഇത് ഔട്ട് ഓഫ് ദ മണിയിൽ പോയില്ലേ. ഈ 158 രൂപ എന്നുള്ളത് നമുക്ക് ഫുള്ള് പ്രീമിയം കുറഞ്ഞ് സീറോ ആയി. അപ്പൊ അത്രയും രൂപ നമുക്ക് ലാഭം. ഇനി മാർക്കറ്റ് 17,151 നിൽക്കുന്നതെങ്കിലോ ഈ പുട്ട് ഓപ്ഷന്റെ 134 രൂപ കുറഞ്ഞ് സീറോയിലോട്ട് വരും. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മൂവ്മെന്റ് നടക്കുമ്പോൾ മറ്റേ സൈഡ് സീറോയിലോട്ടാവും. അപ്പോൾ ഈ മൂവ്മെന്റ് നടന്ന് ഇങ്ങനെ വന്നാൽ നമുക്ക് ലോസ് ആവുന്നത് എന്തുകൊണ്ടാ? കാര്യം ഇപ്പൊ ഈ സൈഡിലോട്ട് ഒരു മൂവ്മെന്റ് നടക്കുന്നതെന്ന് വെച്ചോ, ഈ സൈഡിലോട്ട് മൂവ്മെന്റ് നടക്കുമ്പോൾ ഈ 134 രൂപ മാത്രമല്ലേ ഉള്ളൂ പ്രീമിയം കുറയാനായിട്ട്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന മൂവ്മെന്റ് എല്ലാം നമുക്ക് നഷ്ടമാവും. കാര്യം എന്തുകൊണ്ടാ? 134 രൂപ വരെ നമ്മളെ സഹായിക്കാനുള്ളൂ. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോസിലോട്ട് പോകും. ഇപ്പൊ മുകളിലോട്ടാണെങ്കിൽ ഈ പറയുന്ന 158 രൂപ പ്രീമിയം ആണ് നമുക്ക് കുറയാനുള്ളത്. അപ്പോൾ അതും കഴിഞ്ഞ് മാർക്കറ്റ് ഭീകരമായിട്ട് മൂവ്മെന്റ് നടക്കുവാണെങ്കിലോ അപ്പൊ നമ്മൾ വീണ്ടും ലോസിലോട്ട് പോകും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് വേണ്ടുന്നത്? ഓരോ ആഴ്ച നമ്മൾ എൻ്റർ ആകുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിനകത്ത് നിൽക്കുകയാണെങ്കിൽ അത് വളരെയധികം നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ലാർജ് ബ്രേക്ക് ഈവൻ ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്താണ്? ക്യാപിറ്റൽ ഉണ്ടല്ലോ, 1,22,000 രൂപയെങ്കിലും നമുക്ക് മിനിമം, അതായത് ഒരു 1,30,000 രൂപ വരെ നിങ്ങൾ കൂട്ടിക്കോ. കാര്യം നമ്മളിവിടെ ബൈ കോൾ എടുക്കുന്നതേ ഇല്ല, രണ്ടും നമ്മൾ സെൽ കോൾ ആണ് എടുക്കുന്നത്. പക്ഷേ അതിന്റെ വിജയ സാധ്യത എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ആഴ്ചയാണെങ്കിൽ തന്നെ 16,850 17,442. അപ്പൊ ഫോർ എക്സാമ്പിൾ എത്ര വരുന്നത്? ഓൾമോസ്റ്റ് 600-650 പോയിന്റിന്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. നിഫ്റ്റി ഒരു 600 പോയിന്റിന്റെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മൂവ്മെന്റ് നടക്കുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, കഴിഞ്ഞ കുറേ കാലം എടുത്താലും ഇപ്പൊ നിങ്ങൾ പുതിയ ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ റിസൾട്ട് അറിയണമെങ്കിൽ സ്റ്റോക്ക് മോക്ക് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഞാൻ അതൊന്നും ചാർജ് ചെയ്തിട്ടില്ല, കാര്യം ഞാൻ കൂടുതലും ഡേ ട്രേഡിംഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്ക് മോക്ക് പോലത്തെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഈ സ്ട്രാഡിൽ ഒരുപാട് രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് സ്ട്രാഡിൽ തന്നെ ഇൻട്രാഡേയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻട്രാഡേയിൽ എന്താണ് ഒരു കോമൺ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഒരു ദിവസം രാവിലെ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് എന്തായാലും മാർക്കറ്റ് എവിടെ ഓപ്പൺ ആയാലും, ഇപ്പൊ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആയാലും ഗ്യാപ്പ് ഡൗൺ ആയാലും അല്ലെങ്കിൽ ആദ്യത്തെ ക്യാൻഡിൽ ഒരു വയലന്റ് മൂവ്മെന്റ് നടന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രീമിയം ഭയങ്കരമായിട്ട് കയറി ഹൈപ്പ് ആവത്തില്ലേ? കാര്യം ഇനിഷ്യൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളറ്റിലിറ്റി ഉണ്ടാവുന്നതാണ്, എസ്പെഷ്യലി അറ്റ് ദ മണിയിൽ. അതെന്തുകൊണ്ടാ? ഗാമ എഫക്റ്റും കൂടെ ഉണ്ട്, കൂടാതെ തന്നെ ഡെൽറ്റ 0.5 ആണ്. അപ്പൊ ഭയങ്കര ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ വോളറ്റിലിറ്റി ഉണ്ടാവും. അപ്പൊ ആ ഒരു വോളറ്റിലിറ്റി അങ്ങോട്ട് തണുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നത് 9:20 9:30 ഈ സ്ട്രാഡിലങ്ങ് എടുക്കും. എന്നിട്ട് അവരൊരു ഫിക്സഡ് സ്റ്റോപ്പ് ലോസ് മുകളിലോട്ടും താഴോട്ടും വെക്കും. അപ്പം ഇപ്പൊ മുകളിലോട്ട് മാർക്കറ്റ് പോയി ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി,
അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ ആ സൈഡിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുവാണെങ്കിൽ മറ്റേ സൈഡിലുള്ളത് നമുക്ക് ലാഭമായില്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 17,000 എന്ന് പറയുന്ന ഒരു കോൾ ഓപ്ഷൻ നമ്മൾ സെല് ചെയ്തു, പുട്ട് ഓപ്ഷൻ നമ്മൾ സെല് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മളൊരു 17,100 മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കോൾ ഓപ്ഷന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവട്ടെ നമ്മൾ വെച്ചു. അപ്പോൾ ഇവിടെ ഒരു 100 രൂപയായിരുന്നു, 17,000 കോൾ ഓപ്ഷൻ ഒരു 100 രൂപയായിരുന്നു. ഇതൊരു 120 എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പക്ഷെ അപ്പോൾ ഉള്ള ഗുണം എന്താണ്? ഈ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കുക. മാർക്കറ്റ് മുകളിലോട്ട് പോകും തോറും പുട്ട് ഓപ്ഷന്റെ പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഇൻട്രാഡേയിൽ ഫിക്സഡ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ലോസ് വരുന്നത് എങ്ങനെയാണ്? ആദ്യം മുകളിലോട്ട് പോയി മുകളിലത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, എന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്ന് താഴത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ വരുന്നത്. ഇൻട്രാഡേ സ്ട്രാറ്റജി ചെയ്യുന്നവരുടെ കാര്യം ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ എന്നെ പോലത്തെ ആൾക്കാരുണ്ട്. നമ്മൾ കൂടുതലും CPR ആയിട്ട് ക്ലബ് ചെയ്യും, എന്നിട്ട് നമ്മൾ ആഴ്ചത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കും, എന്നിട്ട് അതിന് ആനുപാതികമായിട്ടാണ് നമ്മൾ സ്ട്രാഡിലും കാര്യങ്ങളൊക്കെ എടുക്കാറ്. അപ്പോൾ ഇതുപോലെ കുറെ രീതിയിൽ നമുക്ക് ഷോർട്ട് സ്ട്രാഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? നമുക്ക് സമയം നമ്മളെ രക്ഷിക്കും. അതുപോലെ വോളറ്റാലിറ്റി ഒരു പരിധി വരെ നമ്മളെ രക്ഷിക്കും. കൃത്യമായിട്ട് ഹൈ വോളറ്റാലിറ്റി ടൈമിൽ നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഈ പറയുന്ന നമുക്ക് എതിരായിട്ട് വില്ലനായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരേ ഒരാൾ ആരാണ്? ഗാമയാണ്. കാര്യം നമ്മൾ ഗാമ എഫക്റ്റ് അറ്റ് ദ മണിയിലുള്ള സംഭവം നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത്. അറ്റ് ദ മണിയിലാണ് ഏറ്റവും കൂടുതൽ ഗാമ എഫക്റ്റ് കാരണം പ്രീമിയം ഹൈപ്പ് ആവാൻ സാധ്യതയുള്ള സ്ഥലം. അപ്പോൾ ആ ഒരു ഗാമ എഫക്റ്റ് മാത്രമാണ് നമുക്ക് എതിരായിട്ട് എപ്പോഴും വർക്കൗട്ട് ആവാൻ സാധ്യതയുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഒന്ന് ചുരുക്കി പറയുവാണെങ്കിൽ ഇത്രേ ഉള്ളൂ. മാർക്കറ്റ് വലിയ ഭ്രാന്തൊന്നും കാണിക്കാതെ മാന്യമായിട്ട് ഒരാഴ്ചയിലൊക്കെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ സ്ട്രാഡിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ ലോസ് അൺലിമിറ്റഡ് ആണ്. ഈ പോയിന്റിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലോസ് ആണ് നമുക്ക്. അപ്പൊ അത് നമുക്ക് എങ്ങനെ പരിഗണിക്കാം? ഫിക്സഡ് ആയാലും നിങ്ങൾ ഇന്ന പോയിന്റിന്റെ മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ വേണം. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ആഴ്ച എന്തായാലും ഈ ഒരു റേഞ്ചിലായിരിക്കും. ഓക്കെ, അതും ചെറിയ റേഞ്ച് അല്ല നമുക്ക് കിട്ടുന്നത്, അത്യാവശ്യം മാന്യമായുള്ള റേഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതൊന്നും എക്സ്പയറിയോട് അടുക്കും തോറും സ്ട്രാഡിലൊന്നും പോയി ചെയ്യാൻ നിൽക്കരുത്. അതിന്റെ ലോജിക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എക്സ്പയറിയോട് അടുക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണ്? ഒന്നാമത്തെ കാര്യം, പ്രീമിയം കുറഞ്ഞു. പ്രീമിയം കുറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഇത്രയുള്ള ബ്രേക്ക് ഈവൺ അങ്ങ് ഇത്രയാവും. പിന്നെ നമുക്ക് ഇതിന്റെ ഇടയിൽ മാർക്കറ്റ് നിൽക്കേണ്ടി വരും. അതുപോലെ അതിനുശേഷം ഈ ഇത്രയും ഇടയിൽ നിൽക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പോയി എടുക്കുന്നത്, അതിനിടയിൽ ഗാമ എഫക്റ്റും കൂടെ പ്രാന്ത് കാണിച്ചോളാം. മാർക്കറ്റ് എന്തെങ്കിലും ഒരു സഡൻ മൂവ്മെന്റ് നടത്തുമ്പോഴത്തേക്ക് ഈ അഡ്ഡമണിയിലുള്ള സാധനം ഭയങ്കരമായിട്ട് ഹൈപ്പ്. അപ്പൊ നമ്മൾ നഷ്ടത്തിലാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരാഴ്ച, ഒരു തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ആഴ്ച മാർക്കറ്റ് എന്തായിരിക്കും എന്നുള്ള ഒരു ഐഡിയ നമ്മളെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്ട്രാഡിൽ ഇൻപുട്ട് ചെയ്യാം. പിന്നെ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കേണ്ട കേട്ടോ. കാര്യം അതൊന്നും നിങ്ങൾ ചെയ്യേണ്ടത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ അഡ്ജസ്റ്റ്മെന്റിൽ തന്നെ ഭയങ്കരമായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ചെയ്യുക. ഞാൻ അങ്ങനെ വലിയ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്ന ആളൊന്നും അല്ല. കാര്യം ഞാൻ ഡേ ട്രേഡിംഗ് ആണ് കൂടുതലും ചെയ്യുന്നത്. CPR ആയിട്ട് ക്ലബ് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഈവൻ സ്ട്രാഡിലായാലും ഇനിയിപ്പോൾ വീക്കിലിയിലൊക്കെ ഞാൻ സ്ട്രാഡിൽ എടുത്താലും അതും ഞാൻ CPR ആയിട്ട് ക്ലബ് ചെയ്താണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഈ ആഴ്ച ഇങ്ങനെ ആയിരിക്കും. ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. ഞാൻ കംപ്ലീറ്റ്ലി ചാർട്ടുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അറ്റ മണിയിലുള്ള ഒരു സംഭവം സെല്ല് ചെയ്യുന്നു, 2 സെല്ല് ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ബ്രേക്ക് ഈവൻ എത്തുമ്പോൾ, എക്സ്പയറിക്ക് മുന്നേ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മൂവ്മെന്റ് ആയി അതിന്റെ ബ്രേക്ക് ഈവൻ എത്തുമ്പോൾ എനിക്ക് മാർക്കറ്റ് ഓക്കെ ഇവിടം വരെ വന്നാൽ എന്തായാലും മാർക്കറ്റ് ഇനിയൊന്നും തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അല്ലാതെ ആ സൈഡിലോട്ട് തന്നെ മൂവ്മെന്റ് നടന്നു പോവില്ല എന്ന് എനിക്കൊരു വ്യൂ ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യും? ആ ബ്രേക്ക് ഈവൻ എത്തിയ ഏരിയ വെച്ച് അവിടെ വെച്ച് ഞാൻ അടുത്തൊരു സ്ട്രാഡിൽ അങ്ങ് എടുക്കും. അതാണ് ഡബിൾ സ്ട്രാഡിൽ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളൊരു സ്ട്രാഡിൽ എടുത്തു, എന്നിട്ട് മാർക്കറ്റ് ഒരു സൈഡിലോട്ട് തന്നെ ഇങ്ങനെ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ഒരു സൈഡിന്റെ എന്റെ ബ്രേക്ക് ഈവൻ എത്തി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഇനി എന്തായാലും മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും അങ്ങ് കയറിയൊന്നും പോവില്ല, എന്തായാലും വീണ്ടും ഒന്ന് ഇറങ്ങി വരും എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് ആ അഡ്ഡമണിയിൽ ഞാൻ വീണ്ടും 2 സെല്ല് ചെയ്യും. എനിക്കിത് കാണിച്ചു തരാൻ എൻ്റെ ഈ പറയുന്ന ഒബ്സ്ട്രാഡയൊക്കെ പ്രീമിയം വെർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ എല്ലാം കൂടെ ചാർജ് ചെയ്യുന്ന ഒരാളല്ല, അതൊന്നും കാണിച്ചു തരാൻ എൻ്റെ നിർവാഹമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാവുമ്പോൾ ഈ സ്ട്രാഡിൽ തന്നെ ഒരു സ്ട്രാങ്കിൾ ആയിട്ട് അങ്ങ് മാറും. ഇനി സ്ട്രാങ്കിൾ എന്താണെന്ന് നിങ്ങൾ സംശയിക്കേണ്ട, നമുക്ക് ആ ഒരു സ്ട്രാങ്കിളിന്റെ വീഡിയോയും ചെയ്യാം. അതിനുശേഷം എന്താണോ സ്ട്രാഡിൽ എന്താണോ സ്ട്രാങ്കിൾ ഇത് തമ്മിലൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ സ്ട്രാങ്കിളിൽ തന്നെ ബൈ ചെയ്യുമ്പോഴാണ് നമ്മളെ വെർജിൻ കോൾ സ്പ്രെഡും വെർജിൻ പുട്ട് സ്പ്രെഡും കൂടെ ഒരുമിച്ച് വരുന്നത്. അത്തരത്തിലുള്ള പരിപാടികളൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഒരുവിധം ലോജിക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുക. പിന്നെ ബ്രോ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് ചോദിക്കണം. ഞാൻ അഡ്ജസ്റ്റ്മെന്റിൽ വലിയ ഗംഭീരപരമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല. കാര്യം എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം നമ്മൾ അറിഞ്ഞുകൂടാന്ന് പറയണ്ടേ. കാര്യം
ഞാൻ അതിനകത്ത് വലിയ മാസ്റ്റർ അല്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂടുതൽ ഡേ ട്രേഡിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് സക്സസ് ഏത് കിട്ടുന്നു അത് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഡേ ട്രേഡിംഗിൽ സക്സസ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഇതിലാണ് സക്സസ് എങ്കിൽ നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യുക, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്, ഞാൻ വലിയ എക്സ്പീരിയൻസ്ഡ് അല്ല അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കൊരു ലോജിക് ഉണ്ട്, ചാർട്ട് നോക്കുമ്പോൾ ഈ ആഴ്ച ഇന്നാണക്കായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ട്രാഡിൽ എൻ്റർ ആവത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് ഒരു ബ്രേക്ക് ഇവനൊക്കെ എത്തുവാണെങ്കിൽ എൻ്റെ വ്യൂ വീണ്ടും ഓക്കെ മാർക്കറ്റ് എന്തായാലും ഇതിനപ്പുറത്തോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് അടുത്ത ഡബിൾ സ്ട്രാഡിലാക്കും അത്. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളുണ്ട്, അങ്ങനെ നിങ്ങൾക്കൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞത് സ്പീഡായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഞാൻ ഈ പറഞ്ഞതിലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ടുള്ള ആൾക്കാർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ കുറേ ഓക്കെ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇനി എന്തായാലും ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പരിഗണിക്കുക, കൊള്ളാവോ നമ്മുടെ കണ്ടന്റൊക്കെ കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിഗണിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിലോ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലി എൻ്റെ വാട്സാപ്പിൽ ചെയ്യുക. എല്ലാം ലിങ്കിൽ തന്നെ ഉണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എല്ലാ ലിങ്കും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.